പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു 80 മുതൽ 90% ക്വസ്റ്റ്യൻസ് വന്നില്ലേ? എനിക്ക് തോന്നുന്നു ഒരു 95% എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് നമ്മളിട്ട പരീക്ഷയുടെയും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിനെയും ബേസ് ചെയ്തത് ഒരു 15 മാർക്ക് 15 മാർക്കുകൾ മാക്സിമം, ആ 15 മാർക്ക് സ്കോർ ചെയ്യാൻ പര്യാപ്തമായിരുന്നില്ലേ? അല്ലേ? ആണോ ഇല്ലയോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതിനകത്തൊരു 99% ഇത് കറക്റ്റാണ്. ഇനി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് നാളെ ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആരും ഇംഗ്ലീഷിന് തോക്കൊന്നുമില്ല. കാരണം നിങ്ങൾ അത്രമാത്രം കാലിബറുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് തോൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആൻസറൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് നിങ്ങളിത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാനിത് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് പറയണം കേട്ടോ. ഇത് ഡി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൽഫ കോഡ് ഡി ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളിൽ 3 കോഡ് കിട്ടിയവരും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ആൽഫ കോഡ് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് കിടക്കുന്ന 16ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, വേറെ നമ്പർ ആയിരിക്കും. എന്നാൽ പോലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ നോക്കുക, അതിൻ്റെ ആൻസർ റൈറ്റ് ആണോ നോക്കുക. അതിൽ ഒരു 10 മാർക്കിൽ കൂടുതൽ കിട്ടിയ കുട്ടികൾ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് അയക്കണം കേട്ടോ. 10 മാർക്ക് കൂടുതൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. ലൈം ഈസ് യൂഷ്വലി അപ്ലൈഡ് ടു സ്വാബ് സ്റ്റിംഗ് ഏരിയ. വിച്ച് കെമിക്കൽ പ്രോസസ്സസ് ഹെൽപ്പ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ ഒരു ന്യൂട്രലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ലൈം നമ്മൾ ഇങ്ങനത്തെ ഒരു സാധാരണ കടന്നലുകൾ കുത്തുമ്പം ചിലത് ആൽക്കലൈൻ ബൈറ്റാണ്, ചിലത് ആസിഡ് ബൈറ്റാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ന്യൂട്രലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ന്യൂട്രലൈസേഷൻ എന്നതായിരുന്നു കേട്ടോ. വാട്ട് ആർ ദ കോമ്പണൻസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? അപ്പോൾ നിങ്ങൾക്ക് നമ്മളത് പറഞ്ഞതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കറക്റ്റ് അയണും പ്രോട്ടീനും നല്ല രീതി അല്ലെങ്കിൽ പോലും ഇതുമായിട്ട് സമാനമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? അതിൻ്റെ അയൺ ആൻഡ് പ്രോട്ടീൻ എ ആയിരുന്നു എൻ്റെ ആൻസർ. 17ൻ്റെ ആൻസർ 17 എന്ന് പറഞ്ഞാൽ വേറെ ആൽഫ കോഡ് മാറ്റമുള്ളതിൽ ചിലപ്പോൾ ആൻസർ പിന്നെ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ മാറ്റം ഉണ്ടാവും, പക്ഷേ ആൻസറൊക്കെ സെയിം തന്നെയാണ്. അതിനകത്ത് എ അയൺ ആൻഡ് പ്രോട്ടീൻ ആയിരുന്നു. 17. 18 വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോറിനേഷൻ ഇൻ വാട്ടർ പ്യൂരിഫയിങ് പ്രോസസ്? അതായത് ബ്ലീച്ചിങ് പൗഡറാണ്. ഡി ഓപ്ഷൻ. ആ ഡി ഓപ്ഷനാണ് കറക്റ്റ്. ബ്ലീച്ചിങ് പൗഡർ ആയിരുന്നു കേട്ടോ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സോളാർ എക്ലിപ്സ് ഈസ് കറക്റ്റ്? സോളാർ എക്ലിപ്സുമായി ബന്ധപ്പെട്ട നിരവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൈ ഓർഡറിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ സോളാർ എക്ലിപ്സ് ലൂണാർ എക്ലിപ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ? അതിൻ്റെ ആൻസർ നോക്കി. സോളാർ എക്ലിപ്സ് മൂൺ ഷാഡോ ഫാൾ ഓൺ എർത്ത്. കറക്റ്റ്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂണാണ് എർത്തിനും സൂര്യനും ഇടയ്ക്ക് വരുന്നത്. അവിടെ എന്താണ് ശരിക്കും? മൂണിൻ്റെ ഷാഡോ, മൂൺസ് ഷാഡോ ഫാൾ ഓൺ എർത്ത് എന്നതായിരുന്നു. അതായത് 19. ഈ ക്വസ്റ്റ്യൻ എ ആയിരുന്നു എൻ്റെ റൈറ്റ് ആൻസർ. 20 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് പാസ്ചറൈസേഷൻ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ല. ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും ഇതിനോട് സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് ചെയ്ത ആൾക്ക് ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നോക്കി, അതിനകത്ത് ശരിക്കും അതിൻ്റെ ആൻസർ എന്തായിരുന്നു? മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 70 degrees Celsius ഫോർ 30 seconds, ദെൻ കൂൾഡ് റാപ്പിഡ്ലി ടു 10 degrees Celsius. അപ്പം ഇത് ക്വിക്ക്ലി റാപ്പിഡ്ലി എന്നൊക്കെ പറഞ്ഞാൽ സെയിം സിനോണിമസ് മീനിങ് ആണ്. ശരിക്കും ക്വിക്ക്ലി അല്ലെങ്കിൽ റാപ്പിഡ്ലി അത് പെട്ടെന്ന് തന്നെയാണ്, അല്ല സ്ലോലിയാണ്. ഇവിടെ എനിക്ക് സിമിലർ ആയിട്ട് മിൽക്ക് ഈസ് ഹീറ്റഡ് 70 degrees Celsius ഫോർ 30 seconds ആൻഡ് കൂൾ സ്ലോലി അല്ല, റാപ്പിഡ്ലി അല്ലെ, ഫാസ്റ്റാണ്. അപ്പം എ ആയിരുന്നു എൻ്റെ റൈറ്റ് ആൻസർ കേട്ടോ. എ മിൽക്ക് ഈസ് ഹീറ്റഡ് 70 degrees Celsius ഫോർ 30 seconds ആൻഡ് ദെൻ കൂൾഡ് റാപ്പിഡ്ലി 10 degrees Celsius ആയിരുന്നു ആൻസർ. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ടെന്ന് നോക്കുക. Which of the following household appliances are likely to produce carbon monoxide, a poisonous gas? കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്ലയൻസസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർവുഡാണ്. ഫയർവുഡ് ബേൺ ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെയൊക്കെ എനിക്ക് റെഫ്രിജറേറ്റർ ഉണ്ട്, ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ഫയർവുഡ് സ്റ്റൗ എന്ന് വെച്ചാൽ എന്താണ്? വിറക് അടുപ്പ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിറകടുപ്പ് നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം 21 സി ഓപ്ഷനാണ് കേട്ടോ. നോക്കണേ. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 എണ്ണം ഏകദേശം കറക്റ്റായിട്ട് തോന്നും അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും അതേപോലെ തന്നെ വിൻഡ് ഫാമും. ബാക്കിയുള്ളത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റ് തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിലും വിൻഡ് ഫാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും വാട്ടറിൻ്റെ നാച്ചുറൽ ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്രകൃതിക്ക് അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 22ൻ്റെ ഓപ്ഷൻ കറക്റ്റ്, കുറച്ചുകൂടെ കറക്റ്റായി നോക്കുമ്പോൾ വിൻഡ് ഫാം, ഡി വിൻഡ് ഫാം ആണ് അതിൻ്റെ കറക്റ്റായിട്ട് വരിക കേട്ടോ.
അതേപോലെ തന്നെ 2025 ഫെബ്രുവരി 27 ഈസ് എ ന്യൂ മൂൺ ഡേ. ന്യൂ മൂൺ ഡേ, നോ മൂൺ ഡേ, കറുത്ത വാവ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്, നിങ്ങൾക്കറിയാമല്ലേ. അപ്പം വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത ഫുൾ മൂൺ ഡേ, ഒരു നോ മൂൺ ഡേ കഴിഞ്ഞാൽ അടുത്ത ഫുൾ മൂൺ ഡേ അപ്രോക്സിമേറ്റ്ലി 14 ഡേയ്സ് ആണെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ സിമ്പിളായ കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ മാർച്ച് 21 എത്തൂല അല്ലേ. ഇവിടെ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. അപ്പം ഏകദേശം എന്താണ്, മാർച്ച് 14 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. മാർച്ച് 14. ചിലർ എന്ത് ചെയ്തു, ചിലർ വിചാരിച്ചു മാർച്ച് 29 ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഒരു ഫുൾ സർക്കിൾ വരുന്നില്ല. അടുത്ത ന്യൂ മൂൺ ഡേ അല്ല, നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ ആണ് പറഞ്ഞത്. ന്യൂ മൂൺ ഡേ ആയിരുന്നു ചിലപ്പോൾ മാർച്ച് 29 കറക്റ്റ് ആയനെ. ഇത് നെക്സ്റ്റ് ഒരു ന്യൂ മൂൺ ഡേയിൽ നിന്ന് അടുത്ത ഫുൾ മൂൺ ഡേയിലേക്ക്, ഒരു കറുത്ത വാവിൽ നിന്നും അടുത്ത വെളുത്ത വാവിലേക്കുള്ള ദൂരം 14 ആണ്. അപ്പോൾ മാർച്ച് 14 കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായിരുന്നു ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതല്ല, ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കി, ഇതൊക്കെ ഇതേപോലത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നോക്കി, എപ്പിക്കൾച്ചർ, ഫിസിക്കൾച്ചർ, സെറികൾച്ചർ ഒക്കെ എന്താണ്, അഗ്രികൾച്ചർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്പോസ്റ്റ് മേക്കിംഗ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പം എന്താണ്, 24 സി ആയിരുന്നു ആൻസർ. 24 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപക്ഷെ വേറെ നമ്പറുകളാവാം, പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ആൻസർ കീയിൽ ഇത് സെയിം ആണ്. ഇപ്പം ഇതെന്താണ്, ഇതിൻ്റെ ആൻസർ സി, കമ്പോസ്റ്റ് മേക്കിംഗ് ആണ്. 25. വിച്ച് ഗ്യാസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻ ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് എയർ. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ നമ്മളിത് ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചെയ്തതാണ്. നിങ്ങൾക്ക് അല്ലേ, നിങ്ങൾക്ക് ഒന്ന് ഓർത്താൽ മതി. എന്താണ്, കാർബൺ ഡയോക്സൈഡിൽ മാറ്റമുണ്ട്, ഓക്സിജനിൽ മാറ്റമുണ്ട്, വാട്ടർ പേപ്പറിൽ മാറ്റമുണ്ട്, ആകെ മാറ്റമില്ലാത്ത നൈട്രജൻ മാത്രമാണ് 78% ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് എയർ എന്ന് നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി കൺവേർഷൻ ടേക്കൺ പ്ലേസ് ഇൻ സോളാർ പാനൽ. ഇത് നമ്മൾ ലാസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വന്നവർക്കറിയാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് അല്ലേ. ഇവിടെ ശരിക്കും ഒരു സോളാർ പാനലിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ്, ഇവിടെ ഹീറ്റ് എനർജി ടു ഇലക്ട്രിക് എനർജി എന്നാണ് ഈ കുട്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്താണ്, ലൈറ്റ് എനർജി ടു ഇലക്ട്രിക് എനർജി ആയിരുന്നു ഇതിൻ്റെ ആൻസർ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ചെയ്യാം, അറിയാം. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ നെഗ്ലിജൻസ് കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 26 ഓപ്ഷൻ ഏതാണ് ശരി, ഡി ആണ് കേട്ടോ. 27. 2 plane mirrors are arranged in an angle of 45 degree. The object is placed in the middle. How many images will form? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരു 4-5 എത്രയോ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ ക്രിസ്മസ് എക്സാമിനിട്ട മോഡൽ എക്സാം തുടങ്ങി കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ബോർഡിൽ വരെ ചെയ്യിച്ചതാണ്. ആകെ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, അതിനകത്ത് ഡിവിഷനിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം, ഡിവിഷൻ ചെയ്യാൻ അറിയത്തില്ലാണോ അല്ലേ. ശരിക്കും നമുക്കറിയാം അതിനകത്ത് ഇത് പിന്നെ 360 ഡിവൈഡഡ് ബൈ 45 -1 ആണ്. 365 ഡിവൈഡഡ് ബൈ 45 എന്ന് പറയുമ്പോൾ തന്നെ 8 കിട്ടും. -1 വരുമ്പോൾ 7. എ ആയിരുന്നു എൻ്റെ ആൻസർ കേട്ടോ. എ. എത്രയോ തവണ ചെയ്താലേ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് സുഖമായിട്ട് നിങ്ങൾ കിട്ടിയല്ലായിരുന്നു എൻ്റെ ആൻസർ. വൈ സിൽവർ കോട്ടഡ് ബിറ്റ്വീൻ ദ ഡബിൾ വാൾ ഓഫ് ദ തെർമോ ഫ്ലാസ്ക്. ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഇട്ട ക്വസ്റ്റ്യനാണ്. റെഡ്യൂസ് ഹീറ്റ് ലോസ് ത്രൂ ബൈ റേഡിയേഷൻ ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. 28 reduce heat loss by radiation and right answer. 29 which is not an example for convection. അപ്പോൾ എ കൺവെക്ഷൻ ആണ്, ബി കൺവെക്ഷൻ ആണ്, സി കൺവെക്ഷൻ ആണ്, and ലാസ്റ്റ് വൺ എക്സ്പീരിയൻസ് ഹീറ്റ് ഓഫ് സൺ, ദാറ്റ് ഈസ് റേഡിയേഷൻ. അപ്പോൾ എന്താണ് 29 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ റേഡിയേഷൻ, ഡി ആയിരുന്നു ഇതിൻ്റെ റൈറ്റ് ആൻസർ. വിച്ച് ഈസ് ഏജൻസി റെഗുലേറ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇൻ അവർ കൺട്രി. അതിപ്പോൾ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണല്ലേ. ഇത് FSO അല്ല, ISO അല്ല. അപ്പോൾ എന്താണ് FSSAI 30. സി ആയിരുന്നു എൻ്റെ റൈറ്റ് ആൻസർ, സി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ദ ആർട്ടറീസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സ്പെക്ട് വൺ. വിച്ച് ആർട്ടറി ക്യാരീസ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ആർട്ടറീസും ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടറി ഒഴിച്ചതിലെ പൾമിനറി ആർട്ടറി എന്ന് ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് എത്ര പേരത് ഓർത്തിരുന്ന് എഴുതി. ഒന്നാമത്തെ എ എഴുതി. എ ആണ് റൈറ്റ് ആൻസർ അല്ലേ. റീനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റീനൽ നമ്മുടെ കിഡ്നിയുമായി അയോട്ട, ബിഗ്ഗസ്റ്റ് ആർട്ടറി ഇൻ ദ ഹ്യൂമൻ ബോഡി അയോട്ടയാണ്. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ്. പൾമിനറി ആർട്ടറി നിങ്ങൾ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ എത്ര പേര് എഴുതിയെടുത്ത്, എത്ര പേര് മൈൻഡിൽ വെച്ചിട്ട് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, ഒന്ന് ഓർക്കണം കേട്ടോ. 31 എ ആണ്. which is not an advantage of using biological control method in pest control. അപ്പോൾ എന്താ ബയോളജിക്കൽ വേ ഓഫ് കൺട്രോളിൽ വരുന്നത്. അപ്പോൾ നോക്കി, നോട്ട് ഹാം ടു എൻവയോൺമെൻറ്റ്, അത് ബയോളജിക്കലാണ്. ലോ കോസ്റ്റ് അത് ഓക്കെ.
എഫക്റ്റീവ് ഓൺ ലോങ് ടേം ബേസിസ് കറക്റ്റാണ്. സോയിൽ ആൻഡ് വാട്ടർ ബി പൊല്യൂട്ടഡ്, അതിനകത്ത് ഓപ്ഷൻ 32 ഡി ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. അപ്പം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു അനുകൂലമായ ഘടകം തന്നെയാണ്. അപ്പം ഡി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ വന്നത്. നെഫ്രോൺസ് ആർ സീൻ ഇൻ വിച്ച് ഓർഗൻ? ഞാൻ ഒരുപാട് ഓളജിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. കാർഡിയോളജി, സ്റ്റഡി ഓഫ് ഹാർട്ട്; ഓങ്കോളജി, സ്റ്റഡി ഓഫ് ക്യാൻസർ; അതേപോലെ തന്നെ നെഫ്രോളജി, സ്റ്റഡി ഓഫ് കിഡ്നീസ് ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. നെഫ്രോളജി, സ്റ്റഡി ഓഫ് കിഡ്നി അല്ലേ. അപ്പം ഹാർട്ടാണെങ്കിലോ കാർഡിയോളജിയാണ് വരുന്നത്. അപ്പോൾ ഇത് കിഡ്നി ആയതിൻ്റെ റൈറ്റ് ആൻസർ. എത്ര പേര് കിഡ്നി എന്ന് എഴുതിയിട്ടുണ്ട്? ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് ഈ ഓളജിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് എത്ര പേര് എടുത്തിട്ടുണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ എന്തായാലും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ദ പ്ലെയിൻ മിറർ ഈസ് നോട്ട് കറക്റ്റ്? ഇത് മൂന്നും അതിൻ്റെ ഈ ABC എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് പ്ലെയിൻ മിററാണ്. ഇത് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ മിറേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഇതെന്താണ്, ക്യാൻ ബി യൂസ് ആസ് റെയർ വ്യൂ മിറർ എന്നത് കോൺവെക്സ് മിറർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, കോൺകേവിൽ ബിഗർ ഇമേജ് ആണ്. ഇത് സാധാരണ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ റെയർ വ്യൂ മിറർ ക്യാൻ ബി യൂസ്ഡ് ആസ് റെയർ വ്യൂ മിറർ എന്ന് വെച്ചാൽ റെയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ്. അതെവിടെയാണ്? കോൺവെക്സ് മിറർ ആണ്. ഇത് മൂന്നും പ്ലെയിൻ മിററാണ്. 34 ഡി ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ. എത്ര പേര് ഓർത്തിരുന്നു? ഇത് ശരിക്കും ഇത് മൂന്നും പഠിച്ച ഒരാൾക്ക് നാലാമത്തത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. പ്രോപ്പർട്ടീസ് ഓഫ് പ്ലെയിൻ മിററാണ് ഇത് മൂന്നെണ്ണം വരുന്നത്. ഡി വേറെയാണ്. ആൻ എക്സാമ്പിൾ ഫോർ ആസിഡ് വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിനകത്ത് നോക്കിയേ, ഈ ലാക്റ്റിക് ആസിഡ് നമുക്കറിയാം ഏതൊക്കെ സംഭവങ്ങളിൽ ഉണ്ടാകുന്നു അല്ലേ. ലാക്റ്റിക് ആസിഡ് ഒരു ബയോളജിക്കലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റൊമക്ക് വാള്. അസ്കോർബിക് ആസിഡൊക്കെ നമുക്കറിയാം ഉണ്ട് അല്ലേ, നെല്ലിക്കയിലൊക്കെ ഉള്ള അസ്കോർബിക് ആസിഡ് ഉണ്ട്. അതിനകത്ത് ശരിയായ ആൻസറിലേക്ക് നോക്കുമ്പോൾ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആവാൻ 99% കറക്റ്റ് ഉള്ളത് കേട്ടോ, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അപ്പോൾ ഈ 35 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ 20 ക്വസ്റ്റ്യനിൽ 5 എണ്ണം തെറ്റിയാൽ നിങ്ങൾ സേഫാണ്. അപ്പോൾ ഞാൻ ഇത്രയും തിരക്കിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല നിങ്ങൾക്കിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങളിതിന് ഒരു 10 മാർക്കിൽ കൂടുതൽ കിട്ടിയവർ നിങ്ങളുടെ പേരും അതിൻ്റെ മാർക്കും എനിക്കൊന്ന് മടി കൂടാതെ ഒന്ന് സെൻഡ് ചെയ്യണം. നോക്കിയിട്ട് നാളെ ഇംഗ്ലീഷ് എക്സാമാണ്, നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് നോക്കൊന്നുമില്ല, നിങ്ങളൊന്ന് നോക്കിയിട്ട് 10 മാർക്കിൽ കൂടുതൽ ഇട്ടവർ നോക്കിയാൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്നും കൂടെ ചിന്തിക്കണം. ഇതിൽ അല്ലേ ഒരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതും പറഞ്ഞതുമാണ്. അപ്പോൾ ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. എനിക്ക് പേഴ്സണലി ഇട്ടാൽ മതി. എത്ര 10 മാർക്കിൽ കൂടുതലുള്ളവരൊന്നും ഇടണേ. ഓക്കെ, താങ്ക് യു.